ട്രംപിന്റെ കാര്യം പറയാതെ ഒരു ദിവസം കടന്നു പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അവസ്ഥ. അത് നമ്മുടെ മാത്രമല്ല, ഈ ലോകത്തുടനീളമുള്ള എല്ലാ മാധ്യമങ്ങൾക്കും ഇതേക്കുറിച്ച് സംസാരിക്കുന്നവരും വിശകലനം ചെയ്യുന്നവർക്കും. പക്ഷേ കോടതികളായിക്കോട്ടെ, ഗവർണർ ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അവിടുത്തെ ജനങ്ങളായിക്കോട്ടെ, ട്രംപിനെതിരെ നിശിതമായിട്ടുള്ള വിമർശനവുമായിട്ടാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു അമേരിക്കക്കാരനായിട്ടുള്ള, അതേസമയം ലോക പ്രശസ്തനായിട്ടുള്ള ഒരു ഇക്കണോമിസ്റ്റ് ജെഫ്രി സാക്സ് ഇതുവരെ ട്രംപിന് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും കടുത്ത വിമർശനവുമായിട്ട് വന്നിരിക്കുന്നു. അതായത് അടിച്ചിരുത്തി എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഒരു വിമർശനവുമായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നു. അമേരിക്കൻ നയങ്ങൾക്ക് വിരുദ്ധമാണ് ട്രംപിൻ്റെ നയങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അത്ര എന്താ പറയുക, അത്ര വില കുറച്ച് ചെറുതായി കാണേണ്ടതല്ല, ഏറ്റവും വലിയ രീതിയിൽ, അതായത് ഏറ്റവും ഉന്നതമായ രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ട്രംപിന് ഇനി ഒരു വിമർശനം ഏൽക്കേണ്ടി വരുന്നില്ല. അത്രത്തോളം ട്രംപ് താഴ്ന്നിരിക്കുന്നു എന്നുള്ളതല്ലേ. അതെ, ട്രംപിന് ഈ ഒരു വിമർശനം ഏൽക്കാൻ കെൽപ്പില്ലാത്ത വിധമാണ് അടി. ഈ അടിയുടെ ഒരു സന്ദർഭമുണ്ട്. ഒരു ഇന്ത്യൻ മാധ്യമ പ്രവർത്തകനുമായിട്ട്, വിഖ്യാതമായ ഒരു ഇന്ത്യൻ മാധ്യമം മിൻ്റാണ്, നമ്മളിപ്പോൾ മാധ്യമങ്ങളുടെ പേര് പറയാനും, മിൻ്റിൻ്റെ ഡെപ്യൂട്ടി എഡിറ്ററാണ് അഭിഷേക് സിംഗ്, അദ്ദേഹമായിട്ട് നടത്തിയ ഇൻ്റർവ്യൂ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇന്ത്യയും അമേരിക്കയും മുഖാമുഖം നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യയാണ് ശരി എന്ന് ഒരു അമേരിക്കൻ സമ്പദ് വിദഗ്ധൻ വിളിച്ചു പറയുകയാണ്. കാരണം പ്രശ്നം സാമ്പത്തികം കൂടിയാണല്ലോ. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ താരിഫിനെ ചൊല്ലി മുഖാമുഖം നിൽക്കുമ്പോൾ ഇന്ത്യ അമേരിക്കയോട് ഫൈറ്റ് ചെയ്യാൻ നിർബന്ധിതരായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇന്ത്യയെ താരിഫ് കാട്ടി ഭീഷണിപ്പെടുത്തിയിട്ട് ഇന്ത്യയെ തകർത്ത് കളയാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് വ്യാമോഹിക്കുമ്പോൾ ആ പ്രസിഡന്റിൻ്റെ മൂക്കിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് വിഖ്യാതനായ ഒരു അമേരിക്കക്കാരൻ, ഒരു പക്ഷേ ഈ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾക്ക് ട്രംപിനേക്കാൾ പരിചിതനാണ് ഇദ്ദേഹം, ജെഫ്രി സാക്സ്. ജെഫ്രി സാക്സിൻ്റെ പ്രത്യേകത അടിമുടിയാണ്. അദ്ദേഹം അമേരിക്കൻ ജൂതനാണ്, ജൂത കുടുംബത്തിൽ പിറന്ന ഒരാളാണ്. അറിയാലോ, അമേരിക്കൻ സമ്പദ്ഘടനയുടെയും അമേരിക്കൻ നയതന്ത്ര വൈദഗ്ധ്യത്തിൻ്റെയും ഒക്കെ ആണിക്കല്ല് പലപ്പോഴും ജൂതന്മാരാണ്. നമ്മുടെ ഐൻസ്റ്റീൻ തൊട്ട് ഏറ്റവും ഒടുവിൽ എല്ലാവരും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം പഠിച്ചത് ഹാർവാർഡിലാണ്, അവിടുത്തെ അമേരിക്കയിലെ ഏറ്റവും വിഖ്യാതമായ യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചത്. ഇപ്പോൾ അദ്ദേഹം പഠിപ്പിക്കുന്നത് കൊളംബിയൻ യൂണിവേഴ്സിറ്റിയിലാണ്. എന്ന് വെച്ചാൽ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് അമേരിക്കയുടെ പ്രോഡക്റ്റായിട്ട് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ. വേറെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന് ഒരു സാമ്പത്തിക വിദഗ്ധന് കിട്ടാവുന്ന എല്ലാ അവാർഡുകളും കിട്ടിയിട്ടുണ്ട്, ഒന്നൊഴികെ. ഏത്? നോബൽ പ്രൈസ്. നോബൽ പ്രൈസിന് ഒരിക്കലും അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. എന്താ കാര്യം എന്ന് വെച്ചാൽ, അമേരിക്കൻ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന ഒരാൾ, അത് നിരന്തരമായി വിമർശിക്കുകയല്ല, വസ്തുതാപരമായി വിമർശിക്കുക. പ്രത്യേകിച്ച് ട്രംപിനെ വിമർശിക്കുന്ന ഒരാൾക്ക് നോബൽ പ്രൈസ് എങ്ങനെ കിട്ടാതിരിക്കും? മാത്രമല്ല, അനാവശ്യമായി വളഞ്ഞ വഴിക്ക് നോബൽ പ്രൈസ് തനിക്ക് കിട്ടുമോ എന്ന് നോക്കുന്ന ഒരാളാണല്ലോ ട്രംപ്. അപ്പോൾ ഇങ്ങനെ കക്ഷി നോബൽ പ്രൈസ് അല്ലാത്ത ബ്ലൂ പ്ലാനറ്റ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിലെ ഈ ഒരു സാമ്പത്തിക രംഗത്ത് കിട്ടാവുന്ന വലിയ സമ്മാനങ്ങളൊക്കെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഇന്ന് ലോകത്ത് തത്തുല്യമായി നിൽക്കാവുന്ന 2-3 പേരേ ഉള്ളൂ എക്കണോമിസ്റ്റ് എന്ന നിലയിൽ, അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അതാണ് ജെഫ്രി സാക്സ് കൊടുത്ത ഏറ്റവും ഒടുവിലത്തെ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യം. ഒന്ന്, ഒരു 4 വയസ്സുകാരൻ്റെ ബുദ്ധി പോലും ഇല്ലാത്ത ഒരാൾ എൻ്റെ പവിത്രമായ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൽ എത്തിപ്പെട്ടതിൽ ഞാൻ ലജ്ജിക്കുന്നു. ആലോചിച്ച് നോക്കൂ, ആരെക്കുറിച്ചാണ്? ട്രംപിനെ കുറിച്ച് പറയുന്ന ആരാണ്? ആ രാജ്യത്തെ ഏറ്റവും വിഖ്യാതനായ എക്കണോമിസ്റ്റാണ് പറയുന്നത്. 2, ഒരു രാജ്യത്തിൻ്റെ തലപ്പെട്ട് വിവരം കെട്ട ഒരാൾ, ഇഡിയറ്റ് ഒരു കൃത്യമായിട്ട് പറയുന്ന നോൺസെൻസ് ആണ് പറയുന്നത്. വിവരക്കേട് പറയുന്ന ഒരാൾ എൻ്റെ രാജ്യത്തിൻ്റെ തലപ്പത്ത് വന്നിരിക്കുന്നു. അടുത്ത അദ്ദേഹത്തിൻ്റെ ഉപദേശം, നിങ്ങൾ ഭൂമിയിൽ ആരെ വിശ്വസിച്ചാലും നിങ്ങൾ ട്രംപിനെ വിശ്വസിക്കരുത്. ആരോട്? ഇന്ത്യൻ മീഡിയയോടെ പറയുന്നത്, ഇന്ത്യക്കാരോടാണ് വിശ്വസിക്കരുത്. ഇന്ത്യ ഗവൺമെൻറ് ഈ നിലപാട്, ഇപ്പോഴത്തെ പോരാട്ടത്തിൽ ഇന്ത്യയാണ് ശരി, സമ്പൂർണ്ണമായി നിങ്ങളുടെ ഭാഗത്താണ് ന്യായം. 2, നിങ്ങൾക്ക് എതിരാണെങ്കിൽ പോലും പറയുന്നതിൽ സ്ഥിരത വേണ്ടേ? ഒന്നുറപ്പിച്ചോളൂ, ട്രംപ് ഇന്ന് രാത്രി പറയുന്നത് നാളെ രാവിലെ മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒന്നാമത് സാമ്പത്തിക രംഗത്ത് അദ്ദേഹം പറയുന്നത്, സാമ്പത്തിക രംഗത്ത് ആദ്യം വേണ്ടത് എന്താ? സസ്റ്റൈനബിൾ ആയിരിക്കണം, സുസ്ഥിരത വേണം. വാക്കുകൾക്ക് സ്ഥിരതയില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് സാമ്പത്തിക ഇടപാടുകളിൽ സുസ്ഥിരത ഉണ്ടാവുക? വാക്കുകളിൽ സ്ഥിരതയില്ലാത്ത ഒരാളുമായിട്ട് കരാർ ഒപ്പിടാൻ പറ്റുമോ? മാന്യതയുടെ ഏറ്റവും വലിയ അടയാളം എന്താ? വാക്ക് പാലിക്കുക, വിശ്വസ്യത എന്നല്ലേ. അത് നിങ്ങൾ ആരെ വിശ്വസിച്ചാലും ട്രംപിനെ വിശ്വസിക്കരുത്. ട്രംപിൻ്റെ തട്ടിപ്പാണ്, നിങ്ങൾ പെട്ടുപോകരുത്. അതിന് അദ്ദേഹം പറയുന്ന ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായൊരു പോളിസി ഉണ്ട്. അദ്ദേഹം പറയുന്നത്, എപ്പോഴും ഒരു അമേരിക്കക്കാരനായാലും ലോകത്തിൽ എവിടെ പിറന്നാലും എക്കണോമിസ്റ്റിൻ്റെ പണി എന്താണെന്നറിയോ?
ഏറ്റവും ദുർബലനായ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ദുർബല രാജ്യങ്ങളുടെ കൂടെ, ദുർബല രാജ്യങ്ങൾക്ക് ഗുണകരമായ നയങ്ങൾ ആവിഷ്കരിക്കാൻ വൻകിട രാജ്യങ്ങൾക്ക് സാധിക്കണം. പണക്കാരൻ്റെ ചരിത്രം പറയും. ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പ്രഖ്യാപനമുണ്ട്. അദ്ദേഹം പറയുന്നത് ചരിത്രം നിർമ്മിക്കുന്നത് സമ്പന്നനാണ്, അതുകൊണ്ട് ചരിത്രം എപ്പോഴും പാവപ്പെട്ടവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇത് തന്നെയാണ് അദ്ദേഹം ഈ നയങ്ങളിലും. അമേരിക്ക ഇന്ത്യയെ കുറ്റപ്പെടുത്തും. എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? അത് അവൻ്റെ വെർഷൻ പറയാനാണ്, അല്ലാതെ രാജ്യത്തിനോ. ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സാക്സ് പറയുന്നുണ്ട്. ട്രംപ് പറയുന്നത്, പ്രിയപ്പെട്ട ലോകമേ, പ്രിയപ്പെട്ട ഇന്ത്യക്കാരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ട്രംപ് പറയുന്നതിന് അമേരിക്കൻ ജനതയുടെ പിന്തുണയില്ല, അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ പിന്തുണയില്ല, അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ പിന്തുണയില്ല, അമേരിക്കൻ ഭരണഘടനയുടെ പിന്തുണയില്ല. അതിനൊക്കെ വിരുദ്ധമായിട്ടാണ് ഇയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ മാർക്കറ്റ് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ അമേരിക്കൻ മാർക്കറ്റിന് വേണ്ടി കാത്തിരിക്കേണ്ട. അമേരിക്കൻ മാർക്കറ്റ് ദുർബലമാണ്. അമേരിക്കൻ മാർക്കറ്റിൻ്റെ ബൈയിങ് കപ്പാസിറ്റി, അങ്ങനെയുണ്ടല്ലോ, പർച്ചേസിങ് കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വളരെ ദുർബലരാണ് അമേരിക്കൻ കമ്മ്യൂണിറ്റി. ഇപ്പോൾ നിങ്ങൾ പുതിയ ലോകം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, പലരും ചൈനീസ് വ്യവസായിയായ എന്തായിരുന്നു, ജാക്ക് വന്നല്ലോ, ജാക്മാ വന്ന് സംസാരിച്ചല്ലോ. ജാക്മാ വന്ന് പറഞ്ഞ അതേ ഒരു കാര്യം, നിങ്ങളെ കാത്തിരിക്കുന്നത്, നിങ്ങൾ നോക്കേണ്ടത് അമേരിക്കയിലേക്കല്ല, ചൈനയിലേക്ക് പോലും അല്ല, നിങ്ങൾ നോക്കേണ്ടത് മൂന്നാം ലോക രാജ്യങ്ങളിലേക്കാണ്. നിങ്ങളുടെ പുരോഗതി കണ്ട് നിങ്ങളെ മാതൃകയാക്കാൻ മൂന്നാം ലോക രാജ്യങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ലാറ്റിൻ അമേരിക്കയിലേക്ക് നോക്കൂ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് നോക്കൂ എന്ന് പറയുന്നുണ്ടല്ലോ. ഇത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പുതിയ മാർക്കറ്റുകൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ പാടില്ല. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്താൽ നിങ്ങൾ ന്യായമായി കൊടുക്കേണ്ട 25%, അതാണല്ലോ കരാറ്, അത് പൊടുന്നനെ 50% ആക്കുക. എന്താ കാര്യം? നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു. ഇപ്പോൾ പറയുന്നത് എന്താ, ഒരു ദിവസം രാവിലെ വന്നിട്ട് പറയാണ്, അല്ല അമേരിക്ക ഇന്ത്യയും എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് ഇന്ത്യക്കാർ, അതുകൊണ്ട് ഇന്ത്യ കുറച്ച് വൈകിപ്പോയി, ഞാൻ പറഞ്ഞൊക്കെ കേൾക്കാൻ അവർ കേൾക്കും, നല്ല കുട്ടികളാണ് എന്ന് പറയും. എന്നിട്ടോ അന്ന് വൈകുന്നേരം പറയുക, ഇന്ത്യയുടെ ഇന്ത്യയുടെ ചുങ്കം, ഇന്ത്യയുടെ താരിഫ് ഞാൻ 100% 25 പോയി, 50 പോയി, 100 പോയി. ഇദ്ദേഹം പറയുന്നത്, വാക്കിന് സ്ഥിരതയില്ലാത്ത ഈ ചങ്ങാതിയെ നിങ്ങൾ അമേരിക്കക്കാരനായി തെറ്റിദ്ധരിക്കരുത്. അമേരിക്കക്കാരൻ ഇങ്ങനെ ഒരാൾ ഞങ്ങളെ ഭരണകൂടത്തിൽ വന്നത് ഞങ്ങൾ ലജ്ജിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാം തട്ടിപ്പാണ്. ഈ ക്വാഡ് എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട് അമേരിക്കയ്ക്ക്. ക്വാഡ് തട്ടിപ്പാണ്, നിങ്ങൾ പെട്ടുപോകണ്ട. അമേരിക്കയ്ക്ക് ഒരു അജണ്ടയുണ്ട്, നിങ്ങളെ അടിക്കാനല്ല, ഇന്ത്യയെ ഉപയോഗിച്ചിട്ട് ചൈനയെ അടിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇന്ത്യയെ ഉപയോഗിച്ചിട്ട് റഷ്യയെ അടിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. എന്നാൽ നേർക്കുനേരെ അടിക്കണ്ടേ? അന്തസ്സുള്ളവൻ അങ്ങനെയല്ലേ ചെയ്യുക? ചൈനയോട് നേർക്കുനേരെ മുട്ടാൻ വയ്യ. റഷ്യയോട് മുട്ടിയാലും ഇവരെ അറിയുമെന്നറിയാം. അതുകൊണ്ട് ഇപ്പോൾ മുട്ടുന്ന ആരെ? ഇന്ത്യയെ പിടിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ചൈനയെ പഠിപ്പിക്കാം. അതിനാണ് കോഡ് ഉണ്ടാക്കുന്നത്. കോഡ് ഓർമ്മയുണ്ടല്ലോ? കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് സത്യത്തിൽ അതിനകത്ത് ആകെ പെട്ടുപോയത് അതിനകത്ത് ജപ്പാനുണ്ട്, ഓസ്ട്രേലിയയുമുണ്ട്, പിന്നെ ഉള്ളത് അമേരിക്കയാണ്. കൂട്ടത്തിൽ നമ്മളെയും ചേർത്തു. സത്യത്തിൽ ചേർക്കേണ്ടത് ആരെയാണ്? ചൈനയെ ചേർക്കണ്ടേ? റഷ്യയെ ചേർക്കണ്ടേ? ചേർത്തില്ല. അപ്പോൾ റഷ്യയെയും ചൈനയെയും നേരിടാൻ വേണ്ടി കോഡ് എന്ന് പറഞ്ഞൊരു കുറുക്കുമുന്നണി ഉണ്ടാക്കുക, അതിനകത്ത് ഇന്ത്യയെ ബലിയാടാക്കുക. പെട്ടുപോകരുത് മക്കളെ, ഈ കെണിയിലൊന്നും മാമൻ്റെ കെണിയിൽ പെട്ടുപോകണ്ട. അവൻ മഹാകുബുദ്ധിയാണ് കാണിക്കുന്നത്, നിങ്ങളെ പറ്റിക്കാനാണ് എന്ന് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇദ്ദേഹം. വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സമാന്തരമായ മാർക്കറ്റ്, നമ്മുടെ വഴിയാണ് ശരി, ഇന്ത്യയുടെ വഴിയാണ് ശരി. അതുകൊണ്ട് ഇന്ത്യയുടെ ഭാവി വളരെ സുഭദ്രമാണ്. അമേരിക്കയുടെ ഈ പുതിയ നയങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ കുലുങ്ങണ്ട, നിങ്ങൾ കീഴടങ്ങണ്ട. നിങ്ങൾക്ക് ലോക മാർക്കറ്റ് തുറന്നു കിടക്കുന്നുണ്ട്. നിങ്ങളുടെ മാർഗം ബ്രിക്സിൻ്റെ മാർഗ്ഗമാണ്. ആ മാർഗ്ഗത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളെന്താ ചെയ്തത്? നിങ്ങൾ റഷ്യയെ കൂട്ടുപിടിച്ചു, നിങ്ങൾ ചൈനയെ കൂട്ടുപിടിച്ചു, നിങ്ങൾ ബ്രസീലിനെ പോലും കൂട്ടുപിടിച്ചു. ലാറ്റിൻ അമേരിക്ക അതൊരു സൂചനയാണ്. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഒരു രാജ്യത്തെ നിങ്ങൾ കൂട്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങൾ കൂടി മാതൃകയാണ്. പ്ലസ് നിങ്ങൾ ജപ്പാനോട് പോലും നല്ല ബന്ധം നിങ്ങൾ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വിപണി തുറന്നു കിടക്കുകയാണ്. നിങ്ങൾ അമേരിക്കയെ വിശ്വസിക്കാൻ നിൽക്കേണ്ട ഈ ഘട്ടത്തിൽ അത് വലിയ അപകടമാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്. ഏതായാലും ഈ ഘട്ടത്തിൽ, ഈ നിർണായകമായ പ്രതിസന്ധിയിൽ, പ്രത്യേകിച്ച് ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ, യുദ്ധമുഖം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി വലിയൊരു യുദ്ധമുഖത്ത് നമ്മൾ നിൽക്കുമ്പോൾ, അമേരിക്കയുടെ ഏറ്റവും ശക്തനായ ഒരു സാമ്പത്തിക വിദഗ്ധൻ തന്നെ ഇന്ത്യക്ക് വേണ്ടി പരസ്യമായി രംഗത്ത് വന്ന്
സുദീർഘമായി വളരെ ഷാർപ്പായി വളരെ 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 കണിശമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യക്ക് പരസ്യമായ ക്ലാപ്പ് തന്നുകൊണ്ട് നമ്മൾ പറയില്ലേ സ്റ്റാൻഡിങ് അപ്ലോസ് എന്ന് പറയില്ലേ, അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഇന്ത്യയുടെ നിലപാടിനെ അഭിനന്ദിക്കുകയും മുന്നോട്ട് പോകാൻ ഹറി അപ്പ് ഗോ ഹെഡ് എന്ന് ഇന്ത്യക്കാരോട് പറയുകയും ചെയ്യുന്ന ഏറ്റവും ആരോഗ്യകരമായ ഏറ്റവും മനോഹരമായൊരു സമീപനമാണ്, ഏറ്റവും കൃത്യമായൊരു സമീപനമാണ്. ഇന്ത്യക്ക് ഇത് വലിയ ബലമാണ്. ഇന്ത്യക്ക് ഇന്ത്യയുടെ നയവും നിലപാടും ശരിയാണ് എന്നതിന് കിട്ടുന്ന വലിയ സാക്ഷ്യപത്രമാണ്. ഇന്ത്യക്ക് ഇതൊരു വെളിച്ചമാണ്. ഇന്ത്യക്ക് മറ്റാരെ വിശ്വസിച്ചാലും ഒരു കാര്യം കൂടി അദ്ദേഹം തീർത്ത് പറയുന്നുണ്ട്. ചൈനയുമായി നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടാവും, പക്ഷേ നിങ്ങൾ പറഞ്ഞു തീർക്കണം. കാരണം ചൈനയെ നിങ്ങൾക്ക് മാന്യനായൊരു ശത്രുവായിട്ട് കാണാൻ പറ്റും. ഇനി അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളും ചൈനയും തമ്മിൽ എപ്പോഴാണ് തെറ്റിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മക്മോഹൻ രേഖ വരച്ചപ്പോഴാണ്. ആരാ വരച്ചതെന്നറിയോ? 1914. അദ്ദേഹം പറയുന്നത് ഇന്ത്യക്കാരെ പഠിപ്പിക്കുകയാണ് കൃത്യമായിട്ടും. നിങ്ങൾ ചൈനയും ഇന്ത്യയും തമ്മിൽ തർക്കം ഉണ്ടാകുന്നത് മക്മോഹൻ രേഖ വരച്ചപ്പോഴാണ്. വരച്ചതാരാ? ബ്രിട്ടീഷുകാരനാണ്. എന്നാ വരച്ചത്? 1914. ഈ മക്മോഹൻ അവിടെ പോയിട്ടില്ല. ഹിമാലയത്തിൽ ഇങ്ങനെ അതിരിടാനൊന്നും കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ നമ്മളെ തല്ലിക്കാനും ഇന്ത്യയും ചൈനയും തമ്മിൽ നിരന്തരമായ വൈരം ഉണ്ടാക്കാൻ, ഡിവൈഡ് ആൻഡ് റൂൾ. അതിന് കാരണം കൂടിയുണ്ട്. അന്ന് ചൈനയും ഇന്ത്യയും ഇവരുടെ കോളനി രാജ്യമാണ്. ചൈനയും ഇന്ത്യയും പടിഞ്ഞാറിൻ്റെ കോളനി ആയിരുന്ന കാലത്ത് ജീവിതകാലം മുഴുവൻ നമ്മളെ തല്ലിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മക്മോഹൻ്റെ രേഖയാണ് നിങ്ങളെ തമ്മിൽ തല്ലിച്ചത്. നിങ്ങൾ അതിനു മുമ്പുള്ള കാലത്തേക്ക് പോകൂ, നിങ്ങൾ ഒരുമിച്ച് നിൽക്കൂ എന്നാണ്. ചൈനയും ഇന്ത്യയും ഒരുമിച്ച് നിൽക്കുക, അമേരിക്കയെ നേരിടുക. ആരാ പറയണത്? അമേരിക്കയിലെ ഏറ്റവും വലിയ എക്കണോമിസ്റ്റ്. ഇതിനേക്കാളും വലിയൊരു വഴി, ഏറ്റവും കൃത്യമായ വഴി അദ്ദേഹം തുറന്നു തന്നതല്ല. നമ്മൾ മുന്നോട്ട് പോകുന്ന നമ്മൾ സ്വയം തിരഞ്ഞെടുത്ത വഴിയാണ്, നമ്മൾ കണ്ടെത്തിയ വഴിയാണ്. ആ വഴി ശരിയാണ്. മുന്നോട്ട് പോവുക. നിങ്ങളോടൊപ്പം ലോകമുണ്ട്, നിങ്ങളോടൊപ്പം അമേരിക്കയുമുണ്ട്, അമേരിക്കൻ ജനതയുണ്ട്, അമേരിക്കയുടെ സാമ്പത്തിക മനസ്സുണ്ട്, അമേരിക്കയുടെ മാന്യതയും അന്തസ്സുമുള്ള അമേരിക്കക്കാർ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതായാലും അത് ഗംഭീരമായ ഒരു ഇൻ്റർവ്യൂ ആണത്. ധീരമായ ഇൻ്റർവ്യൂ ആണ്. പണ്ടായിരുന്നെങ്കിൽ ഒരു അമേരിക്കൻ പൗരൻ, അമേരിക്കയിലെ വിഖ്യാതനായ ഒരാൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് താല്പര്യങ്ങളൊന്നുമില്ല, സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പുസ്തകത്തിൻ്റെ പേര് ദ എൻഡ് ഓഫ് പവർട്ടി എന്നാണ്. ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ എന്താണ് വഴിയെന്ന് അമേരിക്കയുടെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി കഴിഞ്ഞുകൂടുന്ന സുഭിക്ഷമായ സൗകര്യങ്ങളുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ അജണ്ട ദ എൻഡ് ഓഫ് പവർട്ടിയാണ്. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു നിലപാടല്ലാതെ എടുക്കാൻ കഴിയില്ല. ഇങ്ങനെയും മനുഷ്യന്മാർ അമേരിക്കയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നതാണ് നമ്മുടെ കാലത്തിൻ്റെ ഒരു സുഹൃതം. ഇന്ത്യക്ക് അദ്ദേഹത്തിന് ഒരു നല്ല നല്ല നമസ്കാരം പറഞ്ഞ് ധീരമായി നല്ല ഉറപ്പുള്ള കാൽവെപ്പുകളോടെ മുന്നോട്ട് പോകാം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.